നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഹില്ലി അക്വ കമ്പനി തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും അനധികൃത നിയമനങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ ഏതുവിധേനയും മാത്യു കുഴൽനാടനെ പരാജയപ്പെടുത്താനുള്ള ഇടതുപക്ഷ PR വർക്കാണ് ജോയ്സ് മേരി ആന്റണിയെ പരിഗണിക്കുന്നുവെന്ന പ്രചരണത്തിന് പിന്നിലെന്ന് സൂചന. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷേ 2 ആഴ്ച തികച്ചു പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടിയെന്ന് പരാതി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ പണി കഴിപ്പിച്ച സ്നേഹമന്ദിരം പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഹില്ലി അക്വ കമ്പനി തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും അനധികൃത നിയമനങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഹില്ലി അക്വ കുപ്പിവെള്ള കമ്പനി അടച്ചുപൂട്ടുവാൻ നടത്തുന്ന സർക്കാർ നീക്കത്തിനെതിരെ കേരള യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിക്കലും നടത്തി. കമ്പനിയെ കൂട്ടിക്കെട്ടാൻ നോക്കുന്ന മന്ത്രിക്കെതിരെ പ്രതിഷേധോ. ഊരാശി മന്ത്രി രാജിവെക്കൂ. തൊടുപുഴ മലങ്കരയിലെ ഹില്ലി അക്വ കുപ്പിവെള്ള കമ്പനി പണയപ്പെടുത്തി 4 കോടി രൂപയ്ക്ക് കട്ടപ്പന, ആലുവ എന്നിവിടങ്ങളിൽ പുതിയ കമ്പനി തുടങ്ങാൻ നീക്കം നടത്തുന്ന തീരുമാനം വിവാദമായിരുന്നു. തുടർച്ചയായി അനധികൃത രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നുവന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുന്നിൽ കണ്ട് 2 ആഴ്ച കൊണ്ട് അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് 20-ലധികം പാർട്ടിക്കാരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയുമാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സ്വകാര്യ കുടിവെള്ള കമ്പനികൾക്ക് വേണ്ടി ജനകീയ ബ്രാൻഡായ ഹില്ലി അക്വ കുപ്പിവെള്ള കമ്പനി തകർക്കാൻ നടത്തുന്ന നീക്കമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിച്ചൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഹില്ലി അക്വ എന്ന നാമധേയം കൊടുത്തുകൊണ്ട് കുപ്പിവെള്ളം ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കുപ്പിവെള്ളം 10 രൂപയ്ക്ക് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വലിയ പദ്ധതി തൊടുപുഴയിൽ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ് സാറ് തുടക്കം കുറിച്ചു. 1 രൂപ ബാധ്യതയില്ലാതെ പരിപൂർണമായ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ കണ്ടെത്തി ആ നിലയിൽ തുടക്കം കുറിച്ച സ്ഥാപനം 12 വർഷമായി വളരെ മനോഹരമായി മുമ്പോട്ട് പോകുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷം ജലസേചന വകുപ്പ് മന്ത്രിയായി നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു മന്ത്രി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഹില്ലി അക്വ കൂടുതൽ മെച്ചപ്പെട്ടതാകും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന നിലയിൽ കുപ്പിവെള്ളത്തിൻ്റെ വിതരണം ഉണ്ടാകും. പക്ഷേ 8ഓളം ജീവനക്കാരെ ഈ 5 വർഷം കൊണ്ട് നിയമിച്ചു. അവർക്കെല്ലാം 50,000 രൂപയ്ക്ക് മുകളിൽ, 1,00,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമാണ്. ഈ ഔട്ട്ലെറ്റിൽ നിന്നുള്ള വിൽപ്പന വഴി ആ വരുമാനം കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം എടുത്തു പോകുന്ന സ്ഥാപനമായിരുന്നു.
8 പേരെ നിയമിച്ചുകൊണ്ട് മന്ത്രിയുടെ വലിയ തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ലാഭവിഹിതം കുറയുവാൻ തുടങ്ങി. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ 15 തൊട്ട് 20 വരെ ജീവനക്കാരെ കട്ടപ്പനയുടെ പേരിലും ആലുവായുടെ പേരിലും തൊടുപുഴ സെൻറ്ററിൻ്റെ പേരിലുമായി 15 മുതൽ 20 വരെയുള്ള ജീവനക്കാരെ പുതുതായി നിയമിക്കുന്നു എന്ന വാർത്തയെ നമ്മൾ അറിയുകയാണ്. എല്ലാ പാർട്ടി നിയമനമാണ്, ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാർട്ടി നിയമനം. ആ നിയമനങ്ങൾ ആ വഴിക്ക് നടക്കുന്നു ഈ സ്ഥാപനത്തെ തകർക്കാൻ. ആരംഭിക്കാനിരിക്കുന്ന കട്ടപ്പന പദ്ധതിയുടെ പേരിൽ മന്ത്രിയുടെ പാർട്ടിക്കാരന്റെ 20 സെന്റ് സ്ഥലം 1.5 ലക്ഷം രൂപ മാസവാടക നൽകാൻ കരാറായിരിക്കുകയാണ്. തൊടുപുഴയിൽ നിന്നും യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ കട്ടപ്പനയ്ക്ക് കടത്തിക്കൊണ്ടുപോയതായും എം മോനിച്ചൻ കുറ്റപ്പെടുത്തി. ഹില്ലിയക്കോ കുപ്പിവെള്ള കമ്പനിക്ക് മുമ്പിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കേരള യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പള്ളിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ഓഫീസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി ജെയ്സ് ജോൺ താനത്തുപറമ്പിൽ, ഷിജോ മൂന്നുമാക്കൽ, ബ്ലസ്സി ഉറുമ്പാട്ട്, രഞ്ജിത്ത് മനപ്പുറത്ത്, PK സലീം, ജോർജ് ജെയിംസ്, സന്തു കാടങ്കാവിൽ, വിഷ്ണു സജി, പൗലോസ് ജോർജ്, സ്മിനു പുളിക്കൽ, N ഹരിശങ്കർ, അഡ്വക്കേറ്റ് ജെറിൻ കാരിശ്ശേരി, ജെൻസ് നിരപ്പേൽ, ലാലിച്ചൻ വരിക്കപ്ലാക്കൽ, ഷാൻഡി പട്ടേരിപ്പറമ്പിൽ, ജലജൻ ചെമ്പകത്തിനാൽ, റോബിൻ മുളങ്കൊമ്പിൽ, ബിബിൻ ക്ലെമന്റ് എന്നിവർ സംസാരിച്ചു. മൂവാറ്റുപുഴയിൽ ഏതുവിധേനയും മാത്യു കുഴൽനാടനെ പരാജയപ്പെടുത്താനുള്ള ഇടതുപക്ഷ PR വർക്കാണ് ജോയ്സ് മേരി ആന്റണിയെ പരിഗണിക്കുന്നു എന്ന പ്രചരണത്തിന് പിന്നിലെന്ന് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്ന UDF MLA-മാരിൽ ഒന്നാമതുള്ള ആളാണ് കുഴൽനാടൻ. AICC ചുമതലപ്പെടുത്തിയ സർവേ ടീം സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ജയസാധ്യതയെക്കുറിച്ചോ സർവേ പോലും ആവശ്യമില്ലാത്ത കോൺഗ്രസിന്റെ 10 A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി മൂവാറ്റുപുഴയെ കാണുന്നു. സുനിൽ കനുഗോലുവിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സംഘമാണ് ഈ തീരുമാനത്തിലെത്തിയത്. LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാവാതെ പാർട്ടി പലരെയും സമീപിക്കുന്ന ഈ സമയത്താണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവരുന്നത്. പല LDF നേതാക്കളും മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ വിസമ്മതിക്കുകയാണ്. ജയസാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലാണ് പലരെയും പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന നഗരവികസനം പൂർത്തിയാക്കിയതും മുറിക്കല്ല് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതും KSRTC സ്റ്റാൻഡിന്റെ വികസന പ്രവർത്തികളുമൊക്കെ മണ്ഡലത്തിൽ മാത്യുവിന് മേൽക്കൈ നേടിക്കൊടുക്കുന്നു. അഴിമതിക്കെതിരെ പോരാടിയ ശബ്ദമെന്ന നിലയിലും മൂവാറ്റുപുഴക്കാർ തങ്ങളുടെ MLA-യുടെ നിയമസഭാ പ്രവർത്തനത്തെ അഭിമാനത്തോടെ നോക്കിക്കാണുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് BBC ന്യൂസ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ബജറ്റ് അവതരണം നടത്തി. മുൻവർഷത്തെ ബാക്കി തുകയായ 20,56,939 രൂപയും തനത് ഫണ്ടും ഉൾപ്പെടെ ആകെ 94,96,17,539 രൂപ വരവും 94,79,27,152 രൂപ ചെലവും 16,90,387 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി പുതിയ ദിശാരൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പും സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് തീർച്ചയായും ആശ്വാസകരമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതി വീതം സമയബന്ധിതമായി നൽകുവാൻ പോലും പണമില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3-4 ഗഡുക്കൾ പണം സമയത്ത് കൊടുക്കാൻ കഴിയാതെ വരികയും നടപ്പാക്കിയ പദ്ധതികളുടെ പണം സമയബന്ധിതമായി ചെലവഴിക്കപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു പരിധിവരെ മരവിപ്പുണ്ടാകുവാൻ കാരണമായിട്ടുണ്ട് എന്ന സത്യവും നിങ്ങൾക്കറിയാം. സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ദാരിദ്ര്യ ലഘൂകരണം, ഭവന നിർമ്മാണം, തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. ടൂറിസം വികസനം, കാർഷിക ക്ഷീരമേഖലകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ പ്രയോജനകരമാകുന്ന വിധത്തിലാണ് ബജറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികൾക്കും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനും പ്രാധാന്യമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VA ഉൽഹന്നാൻ, മോളി ടോമി, സോന ട്രീസ ജോബി, BDO ഷൌജാമോൾ P കോയ, ആസൂത്രണ സമിതി അധ്യക്ഷൻ വർഗീസ് വെട്ടിയാങ്കൽ, ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷേ 2 ആഴ്ച തികച്ച് പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടിയെന്ന് പരാതി. കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കയാക്കിംഗ് സൗകര്യം നിർത്തലാക്കിയെന്നാണ് ആരോപണം. എന്നാൽ ട്രയൽ ബേസിസിലാണ് കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം.
കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കൊട്ടവഞ്ചി കയാക്കിംഗ് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർത്തലാക്കിയെന്ന ആരോപണം. ഇടുക്കിയുടെ ടൂറിസത്തെ തകർക്കുന്നതും കുളമാവിന്റെ വികസിത മാറ്റത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രവണതയുമാണ് ഇതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനുഷൽ കുളമാവ് പറഞ്ഞു. കുളമാവ് വടക്കേപ്പുഴ ഹൈഡൽ ടൂറിസം നടപ്പാക്കിയിരിക്കുന്ന കൊട്ടവഞ്ചി കയാക്കിംഗ് സർവീസ് 19 ദിവസം മുമ്പ് 13-ാം തീയതി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഇന്നിപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിലെ വികസന കാഴ്ചപ്പാടുകളോട് മുഖംതിരിക്കുന്ന ഗവൺമെൻറ് നിലപാട് തിരുത്തണം. ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതി എത്രയും വേഗം നാളെ തുടങ്ങി ടിക്കറ്റ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഇവിടെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. നിന്നുപോയാൽ പിന്നീട് തുടങ്ങാൻ എളുപ്പമല്ല. അടുത്ത ടെൻഡർ നടക്കും വരെ പ്രവർത്തനം നിർത്തിയതിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ വടക്കേപ്പുഴ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് ആക്ടിവിറ്റികൾ കൊണ്ടുവരാൻ ട്രയൽ ബേസിംഗിലാണ് ഹയാക്കിംഗ് സൗകര്യം എത്തിച്ചതെന്ന് ട്രയൽ റണ്ണിന്റെ കാലാവധി അവസാനിച്ചതിനാലാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നും അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ പണികഴിപ്പിച്ച സ്നേഹമന്ദിരം പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. ഒറ്റപ്പെടലിന്റെയും വിരസതയുടെയും വേദന അനുഭവിക്കുന്ന ജില്ലയിലെ വയോജനങ്ങൾക്ക് ഒത്തുചേരുന്നതിനും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും അസുഖബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും അവർക്ക് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പകൽ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മുരിക്കാശ്ശേരി സ്നേഹമന്ദിരം അഗതി മന്ദിരത്തിനോട് ചേർന്ന് നിർമ്മിച്ച പകൽ വീടിന്റെ ശിലാഫലക അനാച്ഛാദനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേലും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫനും നിർവഹിച്ചു. തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം. ഞാനിപ്പോ കഴിഞ്ഞ ഭരണസമിതിയിലെ 10 വർഷം 15 വർഷം മുമ്പൊന്നും ആയപ്പോൾ ഇങ്ങനെയൊന്നും ഒരു ആവശ്യം ആളുകൾ ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് എല്ലാ പഞ്ചായത്തിൽ നിന്നും ആവശ്യക്കാരുണ്ട് പകൽ വീടിന്. കാരണം ഇവർക്കൊന്ന് വരാനും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് സംസാരിക്കാനും പരസ്പരം സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒന്ന് കൈമാറാനും ഒക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനി നമ്മുടെ നാട്ടില് അത്യന്താപേക്ഷിതമാണ്. നമ്മളൊരു 25 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? ഇങ്ങനെ ഒരു പകൽ വീടുകൾ 25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇനി നമ്മുടെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും എല്ലാ വാർഡിലും പകൽ വീടുകൾ വേണം എന്നുള്ള ഒരു ചിന്താധാരയിലേക്ക് സമൂഹം വന്നെത്തിയിരിക്കുന്നു. അത്രത്തോളം സമയമെങ്കിലും അവർക്കൊന്ന് ഒരുമിച്ചിരിക്കാനും, തന്നെയല്ല മക്കളൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. നമ്മൾ കൊച്ചുകുട്ടികളെ റഷ്യയിലൊക്കെ കൊണ്ടാക്കുന്നത് പോലെ ഇവരെ ആ സ്ഥലത്ത് കൊണ്ട് ആക്കിയാൽ സുരക്ഷിതരാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പകൽ വീടിന് സ്ഥലം നൽകിയ പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ ബ്രദർ VC രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, സംസ്ഥാനത്തെ മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച മൂങ്ങാപ്പാറ അംഗനവാടി ടീച്ചർ ഗീത KS ആദരിച്ചു. പഞ്ചായത്തിലെ മുതിർന്ന 19 പേർക്ക് പകൽ വീട് ഉദ്ഘാടന സമ്മാനങ്ങൾ നൽകി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി സജി, ഷൈനി റെജി, അംഗം മിനി സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളവിക ബാബു, പടമുഖം ഫൊറോന പള്ളി വികാരി ഫാദർ ഷാജു ചാമപ്പാറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു, മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോബിൾ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ബോബസ് KM, D ക്ലാർക്ക് സെബാസ്റ്റ്യൻ, മുരിക്കാശ്ശേരി വ്യാപാര സമിതി പ്രസിഡന്റ് ജോസ് പുലിക്കോടൻ, ഷൈനി രാജു, KM ജലാലുദ്ദീൻ, ജോർജ് അമ്പഴം തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുട്ടം റൈഫിൾ ക്ലബിൽ സ്നേഹസ്പർശം പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി സതീഷ് അധ്യക്ഷത വഹിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുട്ടം റൈഫിൾ ക്ലബിൽ സ്നേഹസ്പർശം പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, സാന്ത്വന സ്പർശം അതൊരിക്കലും ഒരു ചികിത്സാ രീതിയല്ല, മറിച്ച് ഒരു കരുതലാണ്, ഒരു സ്നേഹസ്പർശനമാണ്, ഒരു കൂടെ നിർത്തലാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആ രോഗികളെ അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രക്രിയയാണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഈ നാട്ടിൽ ഒരുപാട് ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ രോഗങ്ങളും കടന്നു വരുന്നത് ഒരിക്കലും അവിചാരിതമായി കടന്നു വരുന്ന രോഗങ്ങളെ നേരിടുവാൻ പ്രയാസകരമായ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാം. പെട്ടെന്നുള്ള രോഗങ്ങൾ മൂലം നമ്മളെല്ലാം ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന
നാളുകളിൽ നമ്മോടൊപ്പം കഴിഞ്ഞവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പക്ഷാഘാതം കൊണ്ടോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് കൊണ്ടോ അല്ലെങ്കിൽ മറിച്ച് മറ്റുള്ള അസുഖങ്ങൾ മൂലമോ പെട്ടെന്ന് കിടപ്പിലാകുമ്പോൾ അവർ മാത്രമല്ല തകരുന്നത്, മറിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ വരെ ആ അസുഖം മൂലം ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് താങ്ങായി തണലായി വർത്തിക്കുവാൻ ഈ സമൂഹം എപ്പോഴും കടമപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി സതീഷ് അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച വനിതാ സംരംഭക ജാസ്മിൻ അജിത്തിന് പാലിയേറ്റീവിന്റെ അനുമോദനം നൽകി. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസ് കെ മറ്റം സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസിൽ സെബാസ്റ്റ്യൻ, ചിഞ്ചു റോജിൻ, മുട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലീന വർഗീസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി പ്ലാക്കൂട്ടം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സൈമോൾ, പഞ്ചായത്ത് മെമ്പർമാരായ MA ഷബീർ, ശ്രീജ ശ്രീജി, സുലേഖ മാധവൻ, അനു തോമസ്, വിഷ്ണു സജി, കുട്ടിയമ്മ മൈക്കിൾ, P ഐസക് ജോർജ്, ജോബിസ് ജോസ്, റെജി ഗോപി, ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ സിജോ വിജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ KK അജി, ഹെൽത്ത് ഇൻസ്പെക്ടർ TG മാത്യു എന്നിവർ സംസാരിച്ചു. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ KSRTC തൊടുപുഴ ഡിപ്പോ ജീവനക്കാർക്കായി CPR അടിയന്തര പരിശീലനം സംഘടിപ്പിച്ചു. KSRTC തൊടുപുഴ DTO മനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ KM റിജാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കുമായി അൽ-അസർ പ്രിവിലേജ് കാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച തൊടുപുഴ LSGD സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകല M ചന്ദ്രന് യാത്രയയപ്പ് നൽകി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാടൻ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ തുടങ്ങി നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. LSGD തൊടുപുഴ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VS സൂരജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച തൊടുപുഴ LSGD സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകല M ചന്ദ്രന് യാത്രയയപ്പ് നൽകി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് യോഗത്തിൽ LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിസാർ A ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാടൻ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, LSGD ഇളംദേശം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിനിത KL, LSGD കട്ടപ്പന സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ TR തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഇപ്പോൾ സ്ത്രീകളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രായം കൊണ്ട് എത്ര സുന്ദരിയായിട്ടായിരുന്നു, റിട്ടയർമെൻറ്റിൻ്റെതായിട്ടുള്ള ഇതായിട്ട് നമുക്ക് ആർക്കും തോന്നുന്നില്ല. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ. കാരണം റിട്ടയർമെൻറ്റ് ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിഷമമായിരുന്നു അവർക്ക്. ഒരു റുട്ടീൻ വർക്കിങ്ങിന് പോയിക്കൊണ്ടിരുന്നിട്ട് സഡൻ ബ്രേക്ക് ആകുന്നു. അതിനുശേഷം പിന്നീട് നമ്മുടെ ഒരു ഒരു ഓർഡർ അല്ലാത്ത ജീവിതത്തിലേക്ക് പോകുന്നു. ഇതൊക്കെയായിരുന്നു സാധാരണ ഒരു പഴയ കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് റിട്ടയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അതീവ സന്തോഷവതികളും സന്തോഷവാന്മാരുമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ചെയ്യുന്നു എന്നുള്ളതായ ഒരു അവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ എനിക്കറിയാം. LSGD തൊടുപുഴ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് VS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യൂസ് വർക്കി സ്വാഗതവും ശ്രീകുമാർ R നന്ദിയും രേഖപ്പെടുത്തി. 20 വർഷത്തെ സർവീസ് ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ മറുപടി പ്രസംഗത്തിൽ ശ്രീകല M ചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച്
തുടർന്ന് സഹപ്രവർത്തകർ എല്ലാവരും കൂടി കേക്ക് മുറിച്ചു. പിന്നീട് ബുക്കിലൊപ്പിട്ട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് പടിയിറങ്ങി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CST സഭ വൈദികനായ ജോസ് ഗിരി കുഴിമുള്ളിൽ ഫാദർ എബിന്റെ സ്മരണാർത്ഥം 4ാമത് വോളിബോൾ മത്സരം സാൻജോ വോളി 2026 മാർച്ച് 6 മുതൽ 8 വരെ മുല്ലയ്ക്കാനം സാൻജോ കോളേജ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 8-ന് നടക്കുന്ന സമാപന സമ്മേളനം ബൈസൺവാലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു ഉദ്ഘാടനം ചെയ്യും. CST സഭ ജനറൽ കൗൺസിലർ കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിക്കും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രമുഖ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. CST സഭാ വൈദികനായ ജോസ് ഗിരി കുഴിമുള്ളിൽ ഫാദർ എബിന്റെ സ്മരണാർത്ഥം മുല്ലക്കാനം സാൻജോ കോളേജ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന 4ാമത് വോളിബോൾ മത്സരം സാൻജോ വോളി 2026 മാർച്ച് 6 മുതൽ 8 വരെ 3 ദിവസങ്ങളിലായി നടക്കും. വൈകിട്ട് 4 മുതൽ പ്രാദേശിക ടീമുകളുടെ മത്സരങ്ങളും 6 മുതൽ പ്രധാന മത്സരങ്ങളും ആരംഭിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നൽ, കൺവീനർ ബോസ് തകിടിയിൽ, കോർഡിനേറ്റർ ജോസ് പൊട്ടംപ്ലാക്കൽ, ബെന്നി പാലക്കാട്ട്, ബാബു കൊച്ചുപുര എന്നിവർ അറിയിച്ചു. ഫാദർ എബിൻ കുഴിമുള്ളി CSTയുടെ സ്മരണാർത്ഥം നമ്മൾ സംഘടിപ്പിക്കുന്ന 4ാമത് സാൻജോ വോളി ഈ മാസം 6, 7, 8 തീയതികളിൽ ഈ വെള്ളി, ശനി, ഞായർ തീയതികളിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സാൻജോ കോളേജ് മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു. ഇനി ഫ്ലഡ് ലൈറ്റും കൂടെ ഒരുക്കാനുള്ള ഒരു സമയം കൂടിയേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വോളിബോൾ ടൂർണമെൻറ്റ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കൂടി സംഘടിപ്പിച്ച് പ്രാദേശിക മത്സരങ്ങൾ കൂടി പ്രൊഫഷണൽ മത്സരത്തോടൊപ്പം തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം നാട്ടിലുള്ള ആളുകളെ കൂടുതൽ കായിക മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് പ്രചോദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. സാൻജോ വോളി 2026 മാർച്ച് 6-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനായ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി ടീച്ചറും അതുപോലെ തന്നെ ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതിലും കൂടുതലായിട്ട് നമുക്ക് ഓരോ വർഷവും വളരെ പുരോഗതി ഇതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ തുകയൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ 50,001 രൂപയാണ് ഫസ്റ്റ് പ്രൈസും 40,001 രൂപ സെക്കൻഡ് പ്രൈസും മെയിൻ കളിക്കും. പ്രാദേശിക കളികൾക്ക് 10,001 7,001 രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. കുഴിമുള്ളിയിലെ എബിനച്ചൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ നടത്തിവരുന്ന ഈ ടൂർണമെൻറ്റ് 3 കൊല്ലം വളരെ വിജയകരമായി നമ്മൾ നടത്തി. ഈ വർഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയുമായി അന്തർസംസ്ഥാന വോളിബോൾ ടൂർണമെൻറ്റിൽ 8 പ്രഗത്ഭ ടീമുകൾ പങ്കെടുക്കുന്നു. അതിനു പുറമെ പ്രാദേശിക ക്ലബ്ബുകളുടെ 8 ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത്സര വിജയികൾക്ക് 50,001 രൂപ ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 40,001 രൂപ ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക മത്സര വിജയികൾക്ക് 10,001, 7,501 എന്നിങ്ങനെ 1ഉം 2ഉം സമ്മാനങ്ങളും എവറോളിംഗ് ട്രോഫിയും നൽകും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രമുഖ താരങ്ങളാണ് ബാംഗ്ലൂർ വിദ്യാഭവൻ, ന്യൂ സ്റ്റാർ ഇടുക്കി, പാല സിക്സസ്, തൊടുപുഴ സിക്സസ്, ഹൈറേഞ്ച് സിക്സസ്, ചേറ്റുകുഴി നവജീവൻ, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്, കോഴിക്കോട് ലിസ കോളേജ് എന്നീ ടീമുകൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. 6-ന് വൈകിട്ട് 6-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, CST സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ രാജീവ് ഞാണക്കൽ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിപിൻ ചെറുതാനിക്കൽ, രാജാക്കാട് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത്, ഫാദർ മാത്യു കരോട്ടു കൊച്ചറക്കൽ, ഫാദർ ജോൺ കലൂർ, ഫാദർ എബിൻ ആലങ്കൽ താഴെ എന്നിവർ പ്രസംഗിക്കും. 8-ന് നടക്കുന്ന ഫൈനൽ മത്സരം സമാപിച്ചതിനെ തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം ബൈസൺവാലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു ഉദ്ഘാടനം ചെയ്യും. CST സഭ ജനറൽ കൗൺസിലർ കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസീല ലത്തീഫ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ആമിർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസീല ലത്തീഫ് അവതരിപ്പിച്ചു. സാധാരണക്കാരും കൂലിപ്പണിക്കാരും അധിവസിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങളായ ഭവന നിർമ്മാണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ദേശീയ തലത്തിലേക്ക് നമ്മുടെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കൈപിടിച്ചുയർത്തിയ
സുപോഷിത് ഗ്രാമപഞ്ചായത്തായി ഉയർത്താൻ പരിശ്രമിച്ച അംഗൻവാടി പ്രവർത്തകരെയും അവർക്ക് പിന്തുണ നൽകിയ മുൻ ഭരണസമിതിയെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം സന്തോഷപൂർവ്വം വിനിയോഗിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 73-ാം ഭേദഗതിയിലൂടെ നമുക്ക് കൈവന്ന അധികാരവും ഉത്തരവാദിത്തങ്ങളും നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട സർക്കാർ നമുക്ക് നൽകുന്ന വാർഷിക വിഹിതവും നമ്മുടെ തനത് വരുമാനവും ഉൾപ്പെടെ 19 കോടിയോളം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ MP, പ്രാദേശിക ആസ്തി വികസന ഫണ്ട്, MLAയുടെ പ്രത്യേക വികസന ഫണ്ട് തുടങ്ങിയ മുഖേനയും നമ്മുടെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനും ഈ ഭരണസമിതി ശ്രമിക്കുന്നതാണ്. പൊതുജനങ്ങളുടെ കാലങ്ങളായുള്ള പ്രതീക്ഷയായ പൊതുശ്മശാന പദ്ധതിക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 24,89,08,206 രൂപ വരവും 22,09,17,976 രൂപ ചെലവും കണക്കാക്കി 2,79,90,230 രൂപ നീക്കി ബാക്കി വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറീന PA, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി തോമസ്, ഷീല ദീപു, ബിൻസി മാർട്ടിൻ, മെമ്പർമാരായ അനൂപ് VK, ഷീജ നൌഷാദ്, സുകുറ്റി C, രാജേഷ് ഗോപാലൻ, അനീഷ് ബാലൻ, TM മുജീബ്, BV സലീം, ബിന്ദു കിഷോർ, സൽമി നിസാർ, ഹെഡ് ക്ലാർക്ക് മിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തോമസ് മാടവന് രചിച്ച ചാവടി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം വൈസ്മെൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് നിർവഹിച്ചു. ദൂരദർശൻ റിപ്പോർട്ടറും കവിയുമായ ആന്റണി മുനിയറ പുസ്തക പ്രകാശനം നിർവഹിച്ചു. നോവലിസ്റ്റ് ജോസ് ആന്റണി, എഴുത്തുകാരി സോഫി തോമസ് എന്നിവർ പുസ്തകം സ്വീകരിച്ചു. കവിയും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തകാവലോകനം നടത്തി. KBVS മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സത്യൻ കോനാട്ട് നന്ദി രേഖപ്പെടുത്തി. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. തോമസ് മാടവന് രചിച്ച ചാവടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം വൈസ്മെൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് നിർവഹിച്ചു. വളരുന്ന റോസച്ചെടിക്ക് സുഗന്ധമുള്ള വനനീർപ്പൂക്കൾ സമ്മാനിക്കുവാൻ കഴിയും. അതുപോലെയാണ് തോമസ് പ്രശ്നങ്ങളിൽ അത് ഇടപെട്ടത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 2006-07 അടിമാലി വൈസ്മെൻസ് ക്ലബിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അങ്ങനെ പ്രസിഡന്റായിരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വൈസ്മെൻസ് ക്ലബിന്റെ പുരസ്കാരം അദ്ദേഹത്തിന് തേടിയെത്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണവും ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മാത്രമാണ്. കവിയും പ്രഭാഷകനുമായ റെജി നളന്ത അധ്യക്ഷത വഹിച്ചു. KBVS മുൻ ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഞങ്ങൾക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യാപാരി ഞങ്ങൾക്ക് വളരെ അഭിമാനം. ഞങ്ങളുടെ ഈ എല്ലാവരും ഞാനും ഉൾപ്പെടെയുള്ളവർ കച്ചവടം ചെയ്ത് അതിന് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ആ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്നുള്ളതല്ലാതെ ഈ സാഹിത്യരംഗത്തേക്ക് അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ എഴുതാനത്തേക്ക് ആരും തന്നെ പഠിക്കാനുണ്ടായിട്ടുണ്ട്. കവിയും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തക അവലോകനം നടത്തി. ദൂരദർശൻ റിപ്പോർട്ടറും കവിയുമായ ആന്റണി മുനിയറ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അധ്വാനത്തിന്റെ നാളുകളെ മറക്കുകയും മറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാവരുത്. ഒരു ജെമിനിയും ഒരു ജീച്ചാറ്റും ഉണ്ടാവരുത് ഇവിടെ. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം വലിയ ഫലമായിട്ട് തോന്നും. ഞാനൊരു കവിത എഴുതി നിനക്ക് തരട്ടെ എന്ന് വാട്സാപ്പിലൂടെ പ്രണയിനിയോട് ചോദിക്കും. പെട്ടെന്ന് നമുക്ക് കവിത എഴുതാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. ഇതിനപ്പുറത്ത് മനുഷ്യ മഹത്വത്തിന്റെ കരുത്തും വീര്യം ഒന്നും ഉണ്ടാവില്ല. നോവലിസ്റ്റ് ജോസ് ആന്റണി, എഴുത്തുകാരി സോഫി തോമസ് എന്നിവർ ചേർന്ന് പുസ്തക സ്വീകരണം നിർവഹിച്ചു. ഗ്രന്ഥകാരൻ തോമസ് മാടവന് മറുമൊഴി പ്രസംഗം നടത്തി. NH റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CV രാജൻ സ്വാഗതവും സത്യൻ കോനാട്ട് നന്ദിയും രേഖപ്പെടുത്തി. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ TK ഷാജി, നോവലിസ്റ്റ് അഡ്വക്കേറ്റ് K. റേഞ്ച്, CR സന്തോഷ്, YMCA പ്രസിഡന്റ് ജേക്കബ് പോൾ പുല്ലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെർലി അടിമാലി, KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് KR വിനോദ്, KVVS യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി, അടിമാലി ക്ലബ്ബ് പ്രസിഡന്റ് ജോബി K. ജോസഫ്,
എന്നിവരും കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി വിമുക്ത ഭടൻ. നെടുങ്കണ്ടം സ്വദേശി PK ജോസുകുട്ടിയാണ് നെടുങ്കണ്ടം ടൗണിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. ഇസ്രായേൽ അമേരിക്ക ഇന്ത്യ വിജയിക്കട്ടെ, തീവ്രവാദം തുലയട്ടെ എന്ന പ്ലക്കാർഡുമേന്തിയാണ് പ്രതിഷേധിച്ചത്. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും സ്വീകരിക്കുന്ന നിലപാടുകൾ ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദം തുലയട്ടെ, തുലയട്ടങ്ങനെ തുലയട്ടെ, തീവ്രവാദം തുലയട്ടെ, ഏകാംഗ സമരം സിന്ദാബാദ്, ഏകാംഗ സമരം സിന്ദാബാദ്. എനിക്കെൻ്റെ രാജ്യത്തോട് എല്ലാവരോടും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ പോരാട്ടമായിട്ട് ഞാൻ വന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു യുദ്ധം നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം സമാധാനം കാംക്ഷിച്ച് ആണ് നമ്മുടെ തന്നെ ആയിരങ്ങളെ ഒത്തിരി നമ്മുടെ മക്കളെല്ലാം ഇസ്രായേലിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ അഭയം തേടി അവർ ജോലി നേടുക. ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ്. ജോലി കൊടുക്കാൻ നമ്മൾ സംസ്ഥാന സർക്കാരിന് ശേഷിയില്ല. യൂണിയൻ പ്രവർത്തനവുമായിട്ടെല്ലാം നമ്മുടെ ഇവിടെ എല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ മക്കള് അഭയം തേടിയിരിക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ ഒരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാന്ന് വെച്ചാൽ ഞങ്ങൾ കാരണവന്മാരാണ്. ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട്. അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് വിരോധം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങളെ മക്കൾ ഇതുപോലെ പോകുന്നവര് ഇവരെല്ലാം ഇച്ചിരി പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കടന്ന് അന്യ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ നമുക്ക് ഒരു പിള്ളേർക്കെല്ലാം ഇവിടെ തന്നെ ജോലി ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്താനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് കഴിയും. ഭീകര ആക്രമണം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് ഭീകരവാദത്തെ ഒരിക്കലും അനുകൂലിക്കാൻ സാധിക്കില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹില്ലി അക്വ കമ്പനി തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും അനധികൃത നിയമനങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ ഏതുവിധേനയും മാത്യു കുഴൽനാടനെ പരാജയപ്പെടുത്താനുള്ള ഇടതുപക്ഷ PR വർക്കാണ് ജോയ്സ് മേരി ആന്റണിയെ പരിഗണിക്കുന്നുവെന്ന പ്രചരണത്തിന് പിന്നിലെന്ന് സൂചന. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷേ 2 ആഴ്ച തികച്ചു പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടിയെന്ന് പരാതി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ പണി കഴിപ്പിച്ച സ്നേഹമന്ദിരം പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.